നമസ്കാരം. നെഗറ്റീവായ ഊർജം ഇല്ലാതെയാക്കുവാൻ പല ബാധാദോഷത്തെയും ആവാഹിച്ച് ഒഴിപ്പിക്കാൻ ആണി ഉപയോഗിക്കുന്നതാകുന്നു. ഇതിനാൽ ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ സഹായകരമാണ്. വീട്ടിൽ പല ആവശ്യങ്ങൾക്കായി ആണി തറയ്ക്കുന്നതുമാണ്. ഇവ ചുമരിൽ തറയ്ക്കുന്നതിലൂടെ ആ വീട്ടിലെ ഊർജത്തിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. ശരിയായ ദിശയിലല്ല എങ്കിൽ രോഗദുരിതങ്ങൾ, കഷ്ടതകൾ, ദൗർഭാഗ്യം, കടം എന്നിവ വിട്ടൊഴിയില്ല എന്നാണ് പറയുക. എന്നാൽ ശരിയായ ദിശയിലാണ് എങ്കിൽ സൗഭാഗ്യ പെരുമഴ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും. ഇനി ഇങ്ങനെ ജീവിതത്തിൽ സൗഭാഗ്യം നിറയുവാൻ, അതായത് എപ്രകാരമാണ് ആണി തറയ്ക്കുന്നതിലൂടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്ന് മനസ്സിലാക്കാം. വൃത്തിയുള്ള 3 മുതൽ 5 ഇഞ്ച് വരെയുള്ള ആണി ഉപയോഗിക്കാവുന്നതാണ്. കേടില്ലാത്തവ തന്നെ വേണം. വളവ്, തുരുമ്പ് പാടുള്ളതല്ല. ഇരുമ്പിന്റെ ആണിയാണ് ഏറ്റവും ഉത്തമമായി പരാമർശിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ആണി ഉപയോഗിക്കേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. തലേന്ന് സന്ധ്യയ്ക്ക് വിളക്ക് സമർപ്പിക്കുമ്പോൾ ആണിയിൽ മഞ്ഞൾ, അതോടൊപ്പം കുങ്കുമ തിലകം കൂടി ചാർത്തണം. ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. ഒരു വാഴയിലയിൽ അല്ലെങ്കിൽ തളികയിലാണ് എങ്കിലും വിളക്കിന് മുൻപിൽ സമർപ്പിക്കാവുന്നതാണ്. അതിനാൽ വാഴയില അല്ലെങ്കിൽ തളികയിൽ നിങ്ങൾ ഇപ്രകാരം സമർപ്പിക്കണം. ഇഷ്ടദേവതയുടെ നാമമന്ത്രങ്ങൾ ഈ സമയം നിങ്ങൾ ഉരുവിടേണ്ടതായിട്ടുണ്ട്. ഈ സമയം ആഗ്രഹം എന്താണ് എങ്കിലും ആ ആഗ്രഹം നിങ്ങൾ തീർച്ചയായും പറയേണ്ടതായിട്ടുണ്ട്. ആരോഗ്യത്തിന് അഥവാ ആരോഗ്യ വർധനവിനാണ് എങ്കിൽ ആരോഗ്യം വർദ്ധിക്കാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഏത് കാര്യമാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും പറയുവാൻ പാടുള്ളതല്ല. ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. രോഗം മാറണേ എന്ന് പാടില്ല. രോഗം, കടം എന്നീ വാക്കുകൾ പാടുള്ളതല്ല. അതിനാൽ സാമ്പത്തിക ഉയർച്ച വന്നു ചേരണം എന്നും ആരോഗ്യം വർദ്ധിക്കണം, ഇത്തരത്തിൽ നിങ്ങൾക്ക് പരാമർശിക്കാവുന്നതാണ് അഥവാ പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വന്നു ചേരും. ഇപ്രകാരം സമർപ്പിച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ടത് അടുത്ത ദിവസമാകുന്നു. അടുത്ത ദിവസം രാവിലെ ആരംഭിച്ച് സൂര്യാസ്തമനത്തിന് മുൻപായി തന്നെ ഈ കാര്യം നിങ്ങൾ ചെയ്യണം. സൂര്യാസ്തമനത്തിന് മുൻപായി ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം ആണി ഭിത്തിയിൽ തറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. എവിടെയാണ് ആണി തറയ്ക്കേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആരോഗ്യ വർധനവാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എങ്കിൽ, അഥവാ വന്നു ചേർന്നിരിക്കുന്നതായ രോഗദുരിതങ്ങൾ, കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ തെക്ക് വശത്ത് ആണി തറയ്ക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആയുസ് നിങ്ങൾക്ക് വർദ്ധിക്കും. അകാല മൃത്യു പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. വശത്തായി തറയ്ക്കുക എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. കടബാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ട്. അത് പല വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ ദോഷകരമായി ബാധിക്കുന്നതായ ഒരു കാര്യമാകുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ ആണി തറയ്ക്കേണ്ടത് പ്രത്യേകമായ ഒരു ഭാഗത്താണ്. അടുക്കളയിലാകുന്നു. അടുക്കളയിൽ വടക്ക് ദിശയിൽ വടക്ക് വശത്തെ ചുമരിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുക. വടക്ക് വശത്തെ ചുമരിൽ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ക്രമേണ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അഥവാ ആണി ഇവിടെ തറയ്ക്കുന്നതിലൂടെ തൊഴിൽപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽ നേടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ തൊഴിൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക.
ഒന്നിൽ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരും. അനാവശ്യമായ ചിലവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന കാര്യവും പ്രധാനമായും ഓർക്കുക. അനാവശ്യമായ ചിലവുകൾ, പണം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഏറ്റവും ഉത്തമം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ആരോഗ്യപരമായ ഉയർച്ച പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം. പ്രധാന വാതിലിന്റെ അടുത്തായി 2 ആണി നിങ്ങൾ തറയ്ക്കുന്നതിലൂടെ പ്രധാന വാതിലിന്റെ ഇരുവശത്തും എന്ന് തന്നെ പരാമർശിക്കാം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷം അല്പം ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സമാധാനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാകുന്നു. അഥവാ സമാധാനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഈശ്വര കടാക്ഷമാണ് വർദ്ധിക്കുക. കൂടാതെ ഒരു വീട്ടിൽ എപ്പോഴും അനിവാര്യമായ ഒന്നാണ് ഐക്യം. പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും ഐക്യം നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ ക്രമേണ മാറ്റങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ പോലും സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. തോരണം നിങ്ങൾ പ്രധാന വാതിലിൽ ഇടുന്നതിൽ തെറ്റില്ല. എന്നാൽ കട്ട്ലയിൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ഇരിക്കുകയോ അല്ലെങ്കിൽ ആണി തറയ്ക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. കൂടാതെ കിടപ്പ് മുറിയിൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷം നൽകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതാണ്. കൂടാതെ നിങ്ങൾ നിത്യവും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുകയും സാധിക്കുന്നതായ അവസരങ്ങളിൽ എല്ലാം തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇഷ്ടദേവത മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക എന്ന കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. സാധിക്കുന്നവർ കുടുംബ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തിയതിനു ശേഷം ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും.